ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ മനു മിസ്റ്റർ മാനവായത് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. മനുവിന് വിദ്യാഭ്യാസം പ്രധാനമായിരുന്നില്ല, പണവും പ്രധാനമല്ലായിരുന്നു. അയാൾ ദിവസവും രാവിലെ തളർന്ന മനസ്സോടുകൂടി ഒരു പാർക്കിൽ ചെന്നിരിക്കുമായിരുന്നു. എന്നിട്ട് അയാൾ ആലോചിച്ചുകൊണ്ടേയിരിക്കും, ഞാൻ എന്ത് ചെയ്യും? എന്റെ സ്വപ്നം സ്വപ്നമായി തന്നെ അവശേഷിക്കുമോ? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് മനു ഉറങ്ങിപ്പോയി. നേരം വെളുത്തു. വീണ്ടും മനു തന്റെ സ്വപ്നങ്ങളെ തേടിക്കൊണ്ട് പുറപ്പെട്ടു. മനു ഒരു വ്യാപാരിയെ കണ്ടപ്പോൾ ആലോചിച്ചു, ഞാനും ഒരു കട തുടങ്ങിയാലോ? വേണ്ട വേണ്ട, എന്റെ അടുത്ത് പണമില്ലല്ലോ. മനു വിഷമത്തോടെ മുന്നോട്ട് പോയി. അപ്പോൾ ഒരു മൾട്ടിനാഷണൽ കമ്പനി കണ്ടു. അപ്പോൾ മനു ചിന്തിച്ചു, ഞാനൊരു ജോലിക്ക് പോയാലോ? അതിനു വേണ്ടത്ര പഠിപ്പ് എനിക്കില്ലല്ലോ. വീണ്ടും മനു വളരെ വിഷമത്തോടും വ്യാകുലതയോടും പാർക്കിൽ ചെന്നിരുന്നു. അപ്പോൾ മനുവിന്റെ ജീവിതത്തിലേക്ക് ഒരു ദേവൻ വന്നു. എന്താണ് താങ്കളുടെ വിഷമത്തിന് കാരണം? ഒന്നുമില്ല. താങ്കളുടെ സ്വപ്നത്തെ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതെ. എന്നാൽ ആലോചിക്കുന്നത് എന്തിനാണ്? എന്റെ അടുത്ത് പണമില്ല, കൂടാതെ പഠിപ്പുമില്ല. അതിനെന്താ, ലോകത്ത് താങ്കളെ പോലെ പലരുമില്ലേ? സ്വന്തം പരിശ്രമം കൊണ്ട് വിധിയെ അവർ മാറ്റി കാണിച്ചു. താങ്കൾക്ക് ശക്തിയുണ്ടോ? ഉണ്ട്. താങ്കൾക്ക് ധൈര്യമുണ്ടോ? ഉണ്ട്. എന്തെങ്കിലും ചെയ്തു കാണിക്കാനുള്ള ആവേശമുണ്ടോ? തീർച്ചയായും ഉണ്ട്. എങ്കിൽ എന്റെ കൂടെ വരൂ, ഞാൻ താങ്കളെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോകാം. അങ്ങനെ അദ്ദേഹം മനുവിനെ അയാളുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് കൊണ്ടുപോയി. അദ്ദേഹം മനുവിനെ കൊണ്ടുവന്നത് ഇവിടെയാണ്. ഇതാണ് താങ്കളുടെ ലക്ഷ്യസ്ഥാനം. എന്താണിത്? IMC? അതെ, IMC. ഇവിടെ ജനങ്ങളുടെ വിധി മാറ്റപ്പെടുന്നു. അദ്ദേഹം മനുവിനെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കടന്നു. ഞങ്ങൾ തയ്യാറാണ് IMCയെ മുന്നോട്ട് കൊണ്ടുപോവാൻ. സുഹൃത്തുക്കളെ, സമയം കുറവാണ്. അത് ഉപയോഗപ്രദമാക്കാൻ ശ്രമിക്കൂ. ഞാൻ എന്റെ ശക്തി ഉപയോഗിക്കാം, നിങ്ങൾ നിങ്ങളുടെ ശക്തി ഉപയോഗിക്കൂ. തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പോകുന്നു എന്ന് മനുവിന് തോന്നി. മനു IMCയുടെ ഫോം പൂരിപ്പിച്ചു. ഒരു പുതിയ പ്രഭാതത്തിൽ മനു IMCയെ കുറിച്ച് ജനങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാനായി പുറപ്പെട്ടു. മനു പലരെയും പോയി കണ്ടു. പക്ഷെ ആരും മനുവിനെ ശരിയായ രീതിയിൽ സ്വീകരിച്ചില്ല. മനു വളരെയധികം വിഷമിച്ചു, വ്യാകുലപ്പെട്ടു, നിരാശനുമായി. പക്ഷെ ഇപ്പോൾ മനുവിന് ഓർമ്മ വന്നു, ഡോക്ടർ ഭാട്ടിയെ പറഞ്ഞിരുന്നു, നമുക്ക് ലക്ഷ്യമുണ്ടെങ്കിൽ വിശ്വാസമുണ്ടാകും, വിശ്വാസമുണ്ടെങ്കിൽ വിജയം കൈവരിക്കാം. മനു വീണ്ടും ധൈര്യത്തോടെ പുറപ്പെട്ടു. നോക്കൂ, മനുഷ്യന് തന്റെ ആഗ്രഹപ്രകാരം ഒരാളെ കിട്ടി. നോക്കൂ, ഇതാ വേറൊരാളെയും കിട്ടി. കണ്ടോ, മനുവിന്റെ ധൈര്യം വർദ്ധിച്ചു. അയാൾ തന്റെ ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ ജനങ്ങളെ കാണുന്നു, ലിസ്റ്റ് തയ്യാറാക്കുന്നു, ഫോൺ ചെയ്യുന്നു, ഹോം മീറ്റിംഗ്സ് നടത്തുന്നു, IMCയെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ജനങ്ങൾ IMCയുമായി ഒന്നുചേരുന്നു. മനുവിന്റെ കാലുകൾ മുന്നോട്ടു പോകുന്നു. ഒടുവിൽ മനു മാനവ ശർമ്മയായി മാറിയിരിക്കുന്നു. ഇന്ന് അയാളുടെ പക്കൽ എല്ലാം ഉണ്ട്. ബംഗ്ലോ ഉണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, ലക്ഷറി കാറുകളുമുണ്ട്. ഇന്ന് മനുവിന്റെ എല്ലാ സ്വപ്നങ്ങളും പൂർത്തിയായിരിക്കുന്നു. ഇതിന്റെ പിന്നിലുള്ളത് IMC ആണ്. IMC നിങ്ങളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കുന്നു.